ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഈയിടെ എറണാകുളം പോയിരുന്നു. അപ്പോഴാണ് പിറവം എന്ന സ്ഥലത്തെ കൂടി പോകാൻ ഇടവന്നത്. അപ്പോഴാണ് കാണുന്നത് ഒരു മനോഹരിയായ ഒരു പുഴ ശാന്തമായി ഒഴുകുന്നു. അതിൻ്റെ പേരാണ് മൂവാറ്റുപുഴ. ഈ പുഴയുടെ തീരത്താണ് വളരെ പ്രശസ്തമായ പിറവം വലിയ പള്ളി സ്ഥിതി ചെയ്യുന്നത്. പിറവം പ്രദേശത്തെ പ്രമുഖ ക്രൈസ്തവ ദേവാലയമാണ് പിറവം വലിയ പള്ളി. രാജാധിരാജ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ എന്നും രാജാക്കന്മാരുടെ പള്ളി എന്നും ഈ ദേവാലയം അറിയപ്പെടുന്നു. കേരളത്തിലെ പുരാതന ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊന്നാണ് ഇതെന്ന് കരുതപ്പെടുന്നു. യെരുശലേമിലെ ബത്ലഹേമിൽ ജനിച്ച ഉണ്ണിയേശുവിനെ കണ്ട് മടങ്ങിയ 3 രാജാക്കന്മാരുടെ നാമത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളി പിൽക്കാലത്ത് കന്യക മറിയത്തിൻ്റെ നാമധേയത്തിലും ആക്കിയെങ്കിലും തുടർന്നും രാജാക്കന്മാരുടെ പള്ളി എന്ന വിശേഷണം നിലവിൽ നിന്നു. പിറവം പള്ളി മൂവാറ്റുപുഴയാറിൻ്റെ കിഴക്കേ തീരത്ത് ഒരു ചെറിയ കുന്നിൻ പുറത്ത് നാടിന് വഴിവിളക്കായി ശോഭിക്കുന്നു. സാധാരണ ഈ പള്ളിയെ കന്യക മറിയാമിൻ്റെ പള്ളി, രാജാക്കളുടെ പള്ളി, രാജാക്കളുടെ നട എന്നൊക്കെ വിളിച്ചു പോരുന്നു. യേശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്ന പിറവി കണ്ട രാജാക്കളുടെ നാട് ലോപിച്ചാണ് പിറവം ആയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിറവി കണ്ട് ഇന്ത്യയിലേക്ക് മടങ്ങിയ രാജാവാകട്ടെ ഇവിടെ ഒരു പള്ളി സ്ഥാപിച്ചു. അതത്രേ പിറവം പള്ളി എന്നറിയപ്പെടുന്നത്. ആ രാജാവ് വെച്ച് ആരാധിച്ചു എന്ന് കരുതപ്പെടുന്ന തിരുപ്പിറവിയുടെ ഒരു ചരിത്രം ഇന്നും പള്ളി മേൻപൂട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പള്ളിയോട് ചേർന്ന് പിഷാരുക്കാവിൽ എന്നൊരു ഹിന്ദു ക്ഷേത്രവും ഉണ്ട്. പള്ളിയോട് ചേർന്ന് തന്നെയാണ് പിഷാരുക്കോവിൽ ദേവീക്ഷേത്രവും. ഒരേ പുരയിടത്തിൽ തന്നെ പള്ളിയും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് അത്യപൂർവമാണ്. ഐതിഹ്യം സത്യമെങ്കിൽ ലോകത്തിലെ ആദ്യ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്ന് പിറവം വലിയ പള്ളിയത്രേ. നാട്ടിലെ പ്രമുഖ ഹൈന്ദവ കുടുംബമായിരുന്ന ചാലശ്ശേരി പണിക്കാരാണ് പള്ളി നിർമ്മിക്കാൻ 40 സെൻറ്റ് സ്ഥലം നൽകിയതെന്ന് കരുതപ്പെടുന്നു. പള്ളി സ്ഥാപിച്ച രാജാക്കന്മാരുടെ പടത്തലവന്മാരായിരുന്നു അത്രേ ചാലിശ്ശേരി കുടുംബക്കാർ എന്ന് വിശ്വസിച്ചു പോന്നു. പിഷാരു കോവിലിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ കുറച്ച് ദൂരെയായി പിറവം പാലം കാണാം. ഈ പിറവം ചെറിയൊരു പട്ടണം തന്നെയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടി ഒഴുകുന്ന മൂവാറ്റുപുഴ 3 ആറുകൾ ചേർന്നതാണ്. പിറവം വലിയ പള്ളിക്ക് സമീപത്ത് തന്നെ മറ്റൊരു പള്ളിയും കൂടിയുണ്ട്. അത് ചെറിയ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ കിങ് ഓഫ് ചർച്ച് എന്ന പേരിലും അറിയപ്പെടുന്നു. പിന്നെ തൊട്ടടുത്തായി നമുക്ക് കാണാൻ സാധിക്കുക ഗ്രിഗേറിയസ് ഓർത്തഡോക്സ് കത്തോലിക് എന്ന പള്ളിയാണ്. അത് വളരെ മനോഹരമായ പള്ളിയാണ്. ഇതൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. പരുമല തീർത്ഥാടന കേന്ദ്രം. വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ് ഈ പള്ളി. പിറവം വലിയ പള്ളിയിൽ എല്ലാ സമയത്തും അവിടെ ഭക്തന്മാർ വരുന്നത് കാണാം. പക്ഷേ ഇപ്പോൾ ഇവിടെ അങ്ങനെ ആരെയും കാണുന്നില്ല. ഇടയ്ക്കായി ഓരോ പെൺകുട്ടികളൊക്കെ വന്നു പോകുന്നതൊക്കെ കാണാം. നമുക്കിനി ഈ പള്ളിയുടെ ഉൾഭാഗത്തേക്ക് പോയി കാണാം. വളരെ മനോഹരമായ പള്ളിയുടെ ഉൾഭാഗം കാണേണ്ടത് തന്നെ.
എന്ത് മനോഹരമായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. ഇവിടെ അങ്ങനെ പ്രതിമകളോ അങ്ങനെയൊന്നും കാണുന്നില്ല. ചുറ്റിലും പ്രധാനപ്പെട്ട അച്ഛന്മാരുടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കാണാം. മുമ്പിൽ വിളക്കിൻ്റെ രൂപത്തിൽ ഒരു കുരിശ് വിളക്ക് കാണാം. പിറവത്ത് വന്നിട്ട് പരുമല തീർത്ഥാടന കേന്ദ്രം ശരിക്ക് ദർശിക്കുന്നത് ഒരു ഭാഗ്യം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പിറവത്ത് ഞാൻ കണ്ട വിശേഷങ്ങൾ. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. തൽക്കാലം ഞാൻ ഇതൊക്കെ കണ്ടുള്ളൂ. പിറവം മാത്രമല്ല, നല്ലൊരു ടൗണും കൂടിയാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടെ മുസ്ലിം പള്ളികളൊന്നും കണ്ടില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. പൊതുവെ പറഞ്ഞാൽ ഈ പിറവം ക്രിസ്ത്യാനികളുടെ നാടാണെന്ന് തോന്നും. ഇടയ്ക്ക് ചെറിയ അമ്പലങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും കൂടെ ക്രിസ്ത്യൻ പള്ളികളാണ് നമ്മൾ കാണുക. ഇതൊക്കെ നമ്മുടെ മൂവാറ്റുപുഴയുടെ ഐശ്വര്യം തന്നെയാണ്. മൂവാറ്റുപുഴ വേമ്പനാട്ട് കായലിലാണ് ചെന്ന് ചേരുന്നത്. ഇവിടെ വള്ളംകളിയൊക്കെ നടക്കാറുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഈ മൂവാറ്റുപുഴയും പിറവവും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരാം.